എൻ്റെ സ്വപ്ന ചിത്രങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സിനിമ ഒരു ലെബനൻ ചിത്രമായ കഫർനാം ആണ്. കഫർനാം എന്ന വാക്കിൻ്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ ആശ്വാസത്തിൻ്റെ ഗ്രാമം എന്നാണ്. ഒരു വാചകം പറഞ്ഞുകൊണ്ട് സിനിമയിലേക്ക് കടക്കാം. എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ അവതരണം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം, അല്ലെങ്കിലും ഒരു ലൈക്ക് തരണം. സിനിമയെക്കുറിച്ച്, എൻ്റെ അവതരണത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ എനിക്കത് സന്തോഷമാകും. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഈ ചാനൽ ഷെയർ ചെയ്യുക. നന്ദി. നദീൻ ലബാഖി ലെബനനിലെ ഒരു യുവ സംവിധായിക, ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ് ഒക്കെയാണ്. അവർ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ സംവിധായിക ആണ്. അവരുടെ ഒരു ചിത്രമാണ് കഫർനാം എന്നത്. ലെബനനിലെ ദാരിദ്ര്യം ആണ് ഇതിലെ പ്രതിപാദ്യം. അത് പതുക്കെ എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളുടെയും ദാരിദ്ര്യമായി മാറുന്നു. ദാരിദ്ര്യം കൊണ്ട് ഉണ്ടാവുന്ന എല്ലാ തിന്മകളുടെയും തുറന്നു കാണിക്കാൻ ഇവർക്കാവുന്നുണ്ട്. നിങ്ങൾ സിനിമ കണ്ടിട്ട് വിലയിരുത്തുക. പ്രത്യക്ഷത്തിൽ ഈ സിനിമ ഷൈൻ എന്ന ബാലൻ്റെയും അവൻ കണ്ടുമുട്ടുന്ന കൊച്ചു പയ്യനായ യോസഫിൻ്റെയും കഥയാണ്. അതുപോലെ ഷൈൻ ബന്ധപ്പെടുന്നവരുടെയും കൂടി കഥയാണ്. നമ്മുടെ ഹൃദയം പറഞ്ഞു പോകുന്ന പോലെയുള്ള കണ്ണീർ കഥ. ബൈറൂട്ടിലെ ഒരു ചേരി പ്രദേശത്താണ് നമ്മുടെ ഷൈൻ എന്ന 12 വയസ്സുകാരൻ അച്ഛനോടും അമ്മയോടും അവൻ്റെ 7 സഹോദരങ്ങളോടും കൂടി താമസിക്കുന്നത്. അച്ഛന് സ്ഥിരമായി പണിയില്ല, അമ്മയ്ക്കും. അവനും സഹോദരന്മാരും പണിയെടുത്താണ് കുടുംബം പോറ്റുന്നത്. ഇതിനിടയിൽ റോഡിൽ വച്ച് അവൻ്റെ താഴെയുള്ള സഹർ വയസ്സറിയിക്കുന്നു. പാവം ഷൈൻ ആണ് അവളുടെ രക്തം വീണ ഡ്രസ്സ് കഴുകുന്നത്. എന്നിട്ട് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എടുത്ത് ഷഡ്ഡിയിൽ വയ്ക്കാൻ വേണ്ടി പറയുന്നു. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ആരോടും പറയരുത് എന്നുകൂടി അവൻ പറയുന്നുണ്ട്. വീട്ടിൽ പറഞ്ഞാൽ അവർ നിന്നെ വീട് ഉടമസ്ഥനും കടക്കാരനുമായ അസീസിന് കെട്ടിച്ചു കൊടുക്കും. പാവം സഹർ ചോദിക്കുന്നത്, അതുകൊണ്ടത് എനിക്ക് ഇഷ്ടംപോലെ മിഠായി കിട്ടുമല്ലോ എന്നാണ്. അതാണ് അവളുടെ പ്രകൃതം. അല്ലെങ്കിൽ അത്രയേ അവൾക്ക് അറിയുള്ളൂ. 11 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഷൈൻ അവനറിയാവുന്ന പെൺകുട്ടികളുടെ കഥ പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു ദിവസം രാത്രി ഭക്ഷണ സമയത്ത് ഷൈനെ പഠിപ്പിക്കേണ്ട കാര്യം അമ്മ സൂചിപ്പിക്കുന്നു. അച്ഛൻ പറയുന്നത് അവനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനെ അസദിൻ്റെ കടയിൽ നിർത്താൻ ഞാൻ വാക്ക് പറഞ്ഞു എന്നാണ്. അവസാനം പഠിത്തം കഴിഞ്ഞുള്ള സമയം കടയിൽ പടി നോക്കിയാൽ മതി എന്ന വ്യവസ്ഥയിൽ അവനെ സ്കൂളിൽ ചേർക്കാൻ തീരുമാനമായി. ശരി, ഞാൻ അവനെ തിങ്കളാഴ്ച സ്കൂളിൽ ചേർക്കാം എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ വിധി അവൻ്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ് തീരുമാനിക്കുന്നത്. പിറ്റേ ദിവസവും ഷൈൻ കടയിൽ പണിയെടുത്ത് ക്ഷീണിച്ച് വീട്ടിൽ വന്നപ്പോൾ അസദും ബന്ധുക്കളും വീട്ടിലുണ്ട്. അവന് അപകടം മണത്തും. അവൻ പോയി അമ്മയോട് ചോദിക്കുന്നു. അപ്പോൾ അമ്മയാണ് പറയുന്നത്, 2 കോഴിയെ സഹറിനായി കൊടുത്ത് അവൻ അസദ് ആ 11 വയസ്സുകാരിയെ വിവാഹം ചെയ്യാൻ പോകുന്നു. അവൻ അമ്മയോട് ഈ വിവാഹം നടക്കില്ല എന്ന് തീർത്ത് പറയുന്നു. പിറ്റേന്ന് രാവിലെ ബാക്കിയുള്ളവർ ഉണരുന്നതിന് മുമ്പ് അവൻ ഷഹറിൻ്റെ ഡ്രസ്സുകൾ ഒരു പാക്കറ്റിൽ എടുക്കുന്നു. എന്നിട്ട് ഷഹറിനെ സ്വകാര്യമായി വിളിച്ച് എണീപ്പിച്ചിട്ട് പറയുന്നു, നീ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വാ, ഞാനവിടെ ഉണ്ട്. അവൾ അത് സമ്മതിക്കുന്നു. ഷൈൻ പോയത് ബസ്സിൻ്റെ സമയം നോക്കാനാണ്. എന്നിട്ട് അവൻ ഓടി വീട്ടിൽ വന്നപ്പോൾ അവിടെ പ്രശ്നമാണ്. സഹദും അമ്മയും തമ്മിൽ പ്രശ്നം. അമ്മ സഹദിനെ അഹദിൻ്റെ വീട്ടിലേക്ക് പോവാൻ നിർബന്ധിക്കുന്നു.
അവൾ അതിന് വഴങ്ങുന്നില്ല. അവളെ രക്ഷിക്കാൻ ഷൈനും കൂടുന്നു. സഹദും ഷൈനും കരയുകയാണ്. അമ്മ ഷൈനെ അടിച്ചു വീഴ്ത്തി സഹദിനെയും കൊണ്ട് താഴെ വരുന്നു. അച്ഛൻ അവളെ നിർബന്ധപൂർവം കോരിയെടുത്ത് ബൈക്കിൽ കയറ്റുന്നു. ഷൈൻ ബൈക്കിനെ തടയുന്നു. പക്ഷെ കാര്യമില്ല. ആ ആങ്ങളയുടെ അടുത്ത് നിന്നും പെങ്ങളെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നു ആ അച്ഛൻ. അമ്മ അവനെ അടിക്കുന്നു. ഓടുമ്പോൾ അമ്മ അവനെ കല്ലെടുത്ത് എറിയുന്നു. അവൻ ഓടുകയാണ്. ആ ഓട്ടം അവസാനിക്കുന്നത് ഒരു ബസ്സിലാണ്. അവൻ ട്രാവൽ ചെയ്യുകയാണ്. ബസ്സിൽ അവൻ്റെ സീറ്റിനടുത്ത് ഒരാൾ വന്നിരിക്കുന്നു. എന്നിട്ട് അയാൾ ഒരു എക്സിബിഷൻ്റെ അടുത്ത് ഇറങ്ങുന്നു. അവനും ഇറങ്ങുന്നു. അയാൾ വേറെ വഴിക്ക് പോയി. ഷൈൻ അവിടെ ഒറ്റയ്ക്കായി. ഷോ ഇല്ലാത്ത സമയം. ഷൈൻ അവിടെ ഓടി നടന്ന് കളിക്കുന്നു. മുകളിൽ ഒരു ക്ലീനിങ് സ്റ്റാഫുണ്ട്, കിബസ്റ്റ്. അവൾ ഇത് കണ്ട് ചിരിക്കുന്നു. അവൻ മുകളിലെ ക്യാൻറ്റീനിൽ ചെന്നു. അത് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ആ ക്ലീനിങ് സ്റ്റാഫ് അവിടെ ഉണ്ട്. അവൻ അവളോട് ചോദിച്ചു, ഇതിൻ്റെ മുതലാളി ആരാണ്, എനിക്കൊരു പണി കിട്ടുമോ എന്ന്. അവൾ അവന് ഭക്ഷണം കൊടുത്തു. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ അവൾ ടോയ്ലറ്റ് കീപ്പർ ആയി. ഒരു ടോയ്ലറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അതിനകത്ത് ആണ് അവളുടെ മുലകുടി മാറാത്ത പയ്യൻ യോനാസ് ഉറങ്ങുന്നത്. അവൾ എന്തോ ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൾ ടോയ്ലറ്റ് ക്ലോസ് ചെയ്ത് കൊച്ചിന് മുല കൊടുത്തു. മുതലാളിയെ പേടിച്ചാണ് ഇവൾ കൊച്ചിനെ രഹസ്യമായി സൂക്ഷിക്കുന്നത്. ഷിഫ്റ്റ് കഴിഞ്ഞ് അവൾ കൊച്ചിനെ ഒരു കണ്ടെയ്നറിൽ ആക്കി പുറത്തേക്ക് നടക്കുന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ ഷൈൻ കൂടെ കൂടുന്നു. അവൾ അവനെയും കൂട്ടി വീട്ടിലേക്ക് എത്തുന്നു. അവൻ്റെ വീട്ടിലേക്കാൾ മോശമായ പരിസ്ഥിതിയിൽ ഉള്ള ഒരു വീട്. ടിമസ്റ്റും കൊച്ചും ഒറ്റയ്ക്കാണ് താമസം. അവൾ എത്യോപ്യയിൽ നിന്നും ലെബനനിൽ എത്തിയതാണ്. പെർമിറ്റ് ഉടനെ അവസാനിക്കും. പക്ഷെ അത് റിന്യൂ ചെയ്യാനുള്ള പണം ഇല്ല. രണ്ടുപേരെയും കുളിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഷൈനിന് ഉറങ്ങാൻ സ്ഥലവും നൽകുന്നു. പിറ്റേന്ന് രാവിലെ തിബറ്റ്സ് ജോലിക്ക് പോകുന്നു. യോനാസിനെ ഷൈനിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞിന് നൽകാനുള്ള പാൽ 2 കുപ്പികളിൽ ആയി നൽകുന്നു. സമയക്രമം പറഞ്ഞു കൊടുക്കുന്നു. അവൾ നാളുകൾക്ക് ശേഷം സന്തോഷമായി പണിയെടുക്കുന്നു. കൂടെയുള്ള കൂട്ടുകാരികളോട് അവൾ പറയുന്നത്, പെർമിറ്റ് റിന്യൂ ചെയ്യാനുള്ള പണം കയ്യിലില്ല. $1500 കൊടുത്താലേ പേപ്പർ വർക്കുകൾ നടത്തൂ എന്നാണ് അയാൾ പറയുന്നത്. ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തേക്കും എന്ന് ടിബസ്റ്റ് ദുഃഖത്തോടെ പറയുന്നു. പണി കഴിഞ്ഞപ്പോൾ അവൾ ഒരു കേക്കുമായി വീട്ടിലെത്തുന്നു. കുട്ടികൾ 2 പേരും ഉറക്കത്തിലാണ്. കേക്ക് മുറിച്ച് എല്ലാവരും കഴിക്കുന്നു. പയ്യൻ ഉറങ്ങിയപ്പോൾ 2 പേരും വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തിബറ്റ് മുട്ടാത്ത വാതിലുകൾ ഇല്ല. എല്ലാവരും അവളെ കൈയൊഴിഞ്ഞു. മിനിമം $1200 ഇല്ലാതെ കാര്യം നടത്തില്ല എന്ന് ഏജൻറ്റ് വെട്ടിത്തുറന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ജോനാസിനെ നൽകിയാലും മതി എന്ന് അയാൾ കൂട്ടിച്ചേർത്തു. അത് അവൾ നിരസിക്കുന്നു. അന്ന് പണി കഴിഞ്ഞ് തിബറ്റ് യോനാസിനോടൊപ്പം കിടക്കുകയാണ്. ഷൈൻ അവൻ്റെ കിടക്കയിലും. 2 പേരും ആലോചനയിലാണ്. തിബറ്റ് ഭാവിയെക്കുറിച്ചും ഷൈൻ തൻ്റെ വീട്ടുകാരെയും ഷഹറിനെയും കുറിച്ച്. ഒരു ദിവസം കൊച്ചിനെ ഓമനിച്ച് ഷൈനിനോട് ഹായും പറഞ്ഞ് ഇറങ്ങിപ്പോയ തിബറ്റ് തിരിച്ചു വന്നില്ല. രാവിലെ ഷൈൻ യോനാസുമായി തിബറ്റിൻ്റെ എക്സിബിഷനിലേക്ക് പോയി നോക്കി. അവർ ആണ് ഈ ഏജൻറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തത്. ഷൈൻ പാവം ആ കൊച്ചിനെയും എടുത്തുകൊണ്ട് ഏജൻറ്റിനെ കാണാൻ പോയി. പക്ഷേ അയാൾ കൈമടക്കി.
അയാൾ യോനസിനെ എടുത്ത് ഓമനിക്കുന്നു. രണ്ടുപേർക്കും ഭക്ഷണം വാങ്ങി നൽകിയതും അയാൾ തന്നെയാണ്. യാസർ അതായത് ഏജൻറ്റ് ടിബറ്റിനെ ഫോൺ ചെയ്യുന്നു. ബെല്ലടിക്കുന്നില്ല. അപ്പോൾ ഷൈനിനോട് അയാൾ ചോദിക്കുന്നത്, അഥവാ അവൾ വന്നാൽ ഞാൻ എന്താണ് പറയേണ്ടത്? ഞങ്ങൾ വീട്ടിൽ കാത്തിരിപ്പുണ്ടെന്ന് പറ. ഷൈൻ കൊച്ചിനെയും കൊണ്ട് ഒരു ഒതുങ്ങിയ മൂലയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവൻ കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. കൊച്ച് വിശന്ന് കരയുകയാണ്. പാവം ഷൈൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവനറിയില്ല. അവൻ കൊച്ചിനെ നോക്കി ഇരിക്കുകയാണ്. കുഞ്ഞാണെങ്കിലോ വലിയ കരച്ചിലും. പൈസയില്ലാതെ അവന് ആരും ഒന്നും കൊടുത്തില്ല. അവൻ്റെ കയ്യിൽ പൈസയുമില്ല. അവൻ തിരിച്ചു വരുമ്പോൾ ഒരു കൊച്ച് ചുണ്ടിൽ പാൽക്കുപ്പിയുമായി ഇരുന്നുറങ്ങുന്നു. അവൻ ആ പാൽക്കുപ്പി തട്ടിയെടുത്ത് യോനാസിന് കൊടുക്കുന്നു. എന്നിട്ട് ഷൈൻ വീട്ടിലെ സകല പാത്രങ്ങളും പരിശോധിക്കുന്നു. ഒന്നുമില്ല. ഫ്രിഡ്ജിൽ ഐസുണ്ട്. അവൻ അത് ഒരു പാത്രത്തിൽ ഇട്ട് പഞ്ചസാരയും ഇട്ട് കൊച്ചിന് കൊടുക്കുന്നു. അവനും തിന്നുന്നു. ഒരു വണ്ടി സംഘടിപ്പിച്ച് ഷൈൻ കൊച്ചിനെയും കൊണ്ട് പുറത്തു പോകുന്നു. ഒരു പൈസയ്ക്ക് ഒരു നിർവാഹവും ഇല്ല. കൊച്ചുമായി അവൻ അവസാനം സോഡ കച്ചവടം തുടങ്ങുന്നു. സ്വല്പം ലഹരി കലർത്തിയ സോഡ, ഓപ്പിയം ഗുളിക പൊടിച്ചു ചേർത്ത സോഡ. അത്യാവശ്യം പണവും കിട്ടുന്നുണ്ട്. അത് വീട്ടിലെ ഒരു പാത്രത്തിലാണ് ഇട്ടുവയ്ക്കുക. അവന് സ്വീഡനിലേക്ക് പോകാനാണ് പരിപാടി. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട് ഉടമസ്ഥൻ പൂട്ടിയിരിക്കുന്നു. അവൻ്റെ പൈസ അതിനകത്താകുകയും ചെയ്തു. അവന് ഒന്നും ചെയ്യാനായില്ല. വെറുതെ റോഡ് സൈഡിൽ യോനാസിനെയും കൊണ്ട് ഇരിക്കുകയല്ലാതെ. കൊച്ചാണെങ്കിലോ വിശപ്പ് കൊണ്ട് കരയാനും തുടങ്ങി. അവൻ കുഞ്ഞിനെ ഇട്ടിട്ട് വേറൊരു സൈഡിലേക്ക് മാറി. കുഞ്ഞ് അവനെ തേടി നടക്കാനും തുടങ്ങി. റോഡ് സൈഡാണ്, എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻ്റ് ആവാം. അവൻ ഓടിയെത്തി കുഞ്ഞിനെ റോഡ് സൈഡിൽ നിന്നും മാറ്റി ഒരു കയർ ഉപയോഗിച്ച് കെട്ടുന്നു. കൊച്ച് അവിടെ കിടന്ന് കരയാൻ തുടങ്ങുന്നു. ഷൈൻ ഓടി വന്ന് കൊച്ചിനെ എടുക്കുന്നു. അവൻ ആ ഏജൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവന് വല്ലാത്ത വിഷമമുണ്ട്. ഏജൻറ്റ് പറയുന്നത്, യോനാസിനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, നല്ലൊരു കുടുംബം ഇവനെ ഏറ്റെടുത്തോളും എന്നും അയാൾ പറയുന്നുണ്ട്. അവന് മനസ്സോടെ സമ്മതം. ഷൈന് അത്യാവശ്യം പണവും നൽകുന്നു. വീട്ടിൽ പോയി കടലാസുമായി വരുമ്പോൾ ബാക്കി തരാം എന്ന് പറയുന്നു. അവന് സ്വീഡനിലേക്ക് പോകാനുള്ള വഴിയും തെളിയുന്നു. യോനാസും ഷൈനും തമ്മിലുള്ള വിടവാങ്ങൽ ഹൃദയസ്പർശിയായി മാറി. അതേ ഇരുളിൽ ആണ്ട പടികൾ, അതേ ഒച്ചപ്പാട്. അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. സ്വീകരണ മുറിയിൽ അവൻ്റെ അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ട്. വേറെ ആരെയും കാണുന്നില്ല. അമ്മയെ കാണുന്നില്ല. അവൻ ശബ്ദം കേൾപ്പിക്കാതെ ഉള്ളിലെ മുറിയിൽ കയറി മേശ തുറന്ന് അവൻ്റെ പേപ്പറുകൾ അന്വേഷിക്കുന്നു. ഒച്ച കേട്ട് അവൻ്റെ അമ്മ വരുന്നു. അമ്മ അവനെ കണ്ടതോടെ അവനെ അടിക്കാൻ തുടങ്ങുന്നു. നീ ആരാണ്? നീ എന്തിനാണ് ഇവിടെ വന്നത്? ആരോട് ചോദിച്ചതാണ് വന്നതൊക്കെ ചോദിച്ചുകൊണ്ടാണ് അടി. എനിക്കെൻ്റെ പേപ്പറുകൾ വേണം എന്ന് അവൻ പറയുന്നു. ഒച്ച കേട്ട് അച്ഛൻ ഉണർന്നു വരുന്നു. നിനക്ക് പേപ്പറുകൾ വേണമല്ലേ? വാ, ഞാൻ തരാം എന്ന് പറഞ്ഞ് കുറേയേറെ പേപ്പറുകൾ അവന് കൊടുക്കുന്നു. എല്ലാം അടയ്ക്കാനുള്ള ബില്ലുകൾ മാത്രമാണ്. അതിൽ ഏറ്റവും വലിയത് ആശുപത്രി ബില്ലാണ്. ആരാണ് ആശുപത്രിയിൽ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കരയുന്നു. അമ്മ മുഖം പൊത്തി ഇരിക്കുന്നു. ആരാണ് ആശുപത്രിയിൽ നിന്ന് വീണ്ടും ചോദിച്ചപ്പോൾ സഹർ ആണ് എന്നും അവൾ മരിച്ചുപോയി എന്നും അവർ പറയുന്നു. ആ തെണ്ടി അഹദ് എന്താണ് അവളോട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ അവൾ രക്തസ്രാവം കൊണ്ട് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഷൈനിങ്ങനെ ചൊറിഞ്ഞു കയറി. അവൻ വീട്ടിൽ നിന്നും കത്തിയെടുത്ത് അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പുറത്തേക്ക് ഓടുന്നു. പിന്നാലെ അമ്മയും അച്ഛനും ഓടിയെങ്കിലും അവൻ സഹദിനെ
കുത്തി മുറിവേൽപ്പിക്കുന്നു. ഷൈനിനെ അറസ്റ്റ് ചെയ്യുന്നു. ട്രയൽ സമയത്ത് അസദിനെ വിളിപ്പിക്കുന്നു. അവനെ ചോദ്യം ചെയ്യുന്നു. നീ അവളെ കെട്ടുമ്പോൾ അവൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് ജഡ്ജ്. 11 എന്ന് അസദ്. 11 വയസ്സിൽ അവൾക്ക് കല്യാണത്തെക്കുറിച്ച് എന്തറിയാം എന്ന് ജഡ്ജി ചോദിക്കുന്നു. അവൾക്ക് കല്യാണത്തെക്കുറിച്ച് എല്ലാം അറിയാം എന്നാണ് അസദ് പറയുന്നത്. അത് കേട്ട് ഷൈൻ കൂട്ടിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത്, കല്യാണത്തിന് പ്രായമാകാൻ അവളെന്താ വല്ല തക്കാളിയോ ഉരുളക്കിഴങ്ങോ ആണോ എന്നാണ്. അതിന് മറുപടിയായി അസദ് പറയുന്നത്, അവൾ മരിച്ചു പോകും എന്ന് ഞാൻ വിചാരിച്ചില്ല. നിരവധി പെൺകുട്ടികൾ ഈ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നുമുണ്ട്. എന്നിട്ടോ എന്ന് ജഡ്ജ്. അവളുടെ ഉപ്പയും ഉമ്മയും കൂടി അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയുടെ പടിക്കൽ കിടന്ന് അവൾ മരിച്ചു. എന്തുകൊണ്ടാണ് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാത്തത്? അതിന് കാരണം അവൾക്ക് വേണ്ടത്ര കടലാസുകൾ ഇല്ലായിരുന്നു. പിന്നെ ഷൈനിൻ്റെ മാതാപിതാക്കന്മാരുടെ ഊഴമായി. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അടിമയായിരുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് വെറും പഞ്ചസാര വെള്ളം കൊടുക്കേണ്ടി വരുന്നത് സങ്കല്പിക്കുക. കാരണം മറ്റെന്തും കൊടുക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ലായിരുന്നു. എൻ്റെ കുട്ടികളെ ജീവനോടെ നിലനിർത്താൻ ഞാൻ 100 കുറ്റകൃത്യങ്ങൾ പോലും ചെയ്യും. കാരണം അവർ എൻ്റെ മക്കളാണ്. അതിന് എന്തു ശിക്ഷ മേടിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അവസാനം ഷൈനിനെ 5 വർഷം ശിക്ഷിക്കുന്നു. ആ ജയിലിൽ തന്നെയാണ് ടിബറ്റും, അതായത് യോനാസിൻ്റെ അമ്മ, അവളും ഉള്ളത്. അവൾ ഷൈനെ കാണുന്നത് ഒരു പട്ടാളക്കാരൻ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഷൈൻ, എൻ്റെ മോനെവിടെ എന്ന് ചോദിച്ച് അവൾ ബഹളം ഉണ്ടാക്കുന്നു. ജയിലിൽ TV-യിൽ ഒരു പരിപാടി. അതിൽ പ്രേക്ഷകർക്കും വിളിക്കാം. ഷൈൻ അങ്ങോട്ട് വിളിക്കുന്നു. മറുതലയ്ക്കൽ ഫോൺ എടുക്കുന്നു. ഞാൻ ജയിലിൽ നിന്നുമാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സംസാരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു അഡ്വക്കേറ്റ് ഷൈനെ കാണാൻ വന്നു. പറയുന്നത് മുഴുവൻ കേട്ടിട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഷൈനിൻ്റെ കേസ് വീണ്ടും വിചാരണയ്ക്ക് വന്നു. അതേസമയം നാസറിൻ്റെ, അതായത് നമ്മുടെ ഏജൻറ്റ് നാസറിൻ്റെ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തുന്നു. നാസറിനെയും അവൻ്റെ കൂട്ടാളികളെയും എല്ലാം അറസ്റ്റ് ചെയ്യുന്നു. ഒരു മുറിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കുറേയേറെ സ്ത്രീകളെ അവർ മോചിപ്പിക്കുന്നു. ആ മുറിയിൽ നമ്മുടെ യോനസ് ഉണ്ട്. അവനെ ഒരു പട്ടാളക്കാരൻ എടുത്തുകൊണ്ട് പോകുന്നു. അഡ്വക്കേറ്റ് വശം ടിമറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഷൈനോട് വിചാരണയ്ക്കിടയിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കരുത് എന്നാണ്. അത് എൻ്റെ മാതാപിതാക്കന്മാർക്കും ബാധകമാണ് എന്നും കൂടി അവൻ പറയുന്നുണ്ട്. തിരിച്ച് ജയിലിൽ വന്ന അവനെ വിളിച്ച് ഫോട്ടോ എടുക്കുന്നു. അവൻ്റെ മുഖം സീരിയസ് ആണ്. പക്ഷേ ഫോട്ടോഗ്രാഫർ പറയുന്നത്, ഇത് നിൻ്റെ മരണ സർട്ടിഫിക്കറ്റിൽ ഒട്ടിക്കാനല്ല, നിൻ്റെ പാസ്പോർട്ടിൽ ഒട്ടിക്കാനാണ്. അതുകൊണ്ടൊന്ന് ചിരിക്കാം എന്ന്. അവൻ്റെ മുഖത്ത് സന്തോഷത്തോടെ ഒരു പുഞ്ചിരി വിടരുന്നു. സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമയുടെ സംവിധായികയായ നദീൻ ദബാഖി, നായകൻ ഷൈൻ ആയി അഭിനയിച്ച ഷൈൻ എൽ റഫീന, യോനാസായി അഭിനയിച്ച ബെലുവിറ്റ ട്രഷറി ബാൻഫോർ,